നമ്മൾ ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ കമൻറ്റുകളിലൊക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റും ഈ ബ്രീത്ത് എടുക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഇങ്ങനെയാണ് ബ്രീത്ത് എടുക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡർ കണ്ടോ, ഷോൾഡർ അതേപോലെ തന്നെ നിൽക്കുകയും തല നോക്കി എവിടം വരെ ചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോൾഡറിൻ്റെ അവിടം വരെ ചരിക്കുന്നുണ്ട് എങ്കിലും കൃത്യമായിട്ടുള്ള ബ്രീത്ത് ഈ ഒരു ഇതിൽ കിട്ടില്ല. അത് അവിടെ നമുക്ക് കാണുന്നത് തെറ്റായിട്ടാണ്. അതിൻ്റെ ഷോൾഡർ ആ മുകളിൽ 4 ഒരു ഏരോയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കൂ, ആ ഷോൾഡർ ഇപ്പോഴും വെള്ളത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും ബ്രീത്തിങ് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ബ്രീത്ത് എടുക്കാനായിട്ട് നോക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഷോൾഡർ പൊന്തില്ല. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പൊസിഷൻ നോക്കൂ, ബ്രീത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ചരിക്കുന്ന സമയത്ത് അറ്റ് ദ സെയിം ടൈം ഈ ഷോൾഡറും ജസ്റ്റ് ഒന്ന് ചരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബ്രീത്ത് എടുക്കാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം നന്നായിട്ട് കിക്കും ചെയ്യണം, അത് നിങ്ങൾ മറന്നു പോകരുത്. നോക്കിയാൽ ഈ ഷോൾഡർ ഇങ്ങനെ ചരിക്കുന്ന നിമിത്തം നമുക്ക് ഈ തല വളരെ ഈസി ആയിട്ട് നമുക്ക് ചരിക്കാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് ബ്രീത്ത് എടുക്കാനായിട്ടും ഈ ഒരു പൊസിഷനിൽ നമുക്ക് സാധിക്കുന്ന ഒന്ന് തന്നെയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ ട്രൈ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കിക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. നല്ല രീതിയിൽ കിക്ക് ചെയ്യണം ബ്രീത്ത് എടുക്കുന്ന സമയത്ത്. നോക്കൂ, ആ ഷോൾഡറിൻ്റെ പൊസിഷൻ നിങ്ങൾ ഒന്നുകൂടി നോക്കൂ, നന്നായിട്ട് ചെരിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രീത്ത് എടുക്കുന്ന സമയത്ത്, ചെരിക്കുന്ന സമയത്ത് നമ്മുടെ വായ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ പുറത്തേക്ക് വരികയും നമുക്ക് ആവശ്യത്തിന് ബ്രീത്ത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അറ്റ് ദ സെയിം ടൈം കിക്കിൻ്റെ കാര്യം മറക്കരുത്. ഇത് സ്വിം ചെയ്തിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അദ്ദേഹം ബ്രീത്ത് എടുക്കുന്നത് നോക്കൂ നിങ്ങൾ, കൃത്യം വായ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്നു. ആ ഷോൾഡർ കൈ വലിക്കുന്നതോട് കൂടി തന്നെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ബ്രീത്ത് എടുക്കാനായിട്ട് സാധിക്കും. ആ വായ കൃത്യമായിട്ട് വെള്ളത്തിൻ്റെ മുകളിലേക്ക് പൊന്താനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ചിലപ്പോൾ ആദ്യത്തെ ഒരു ദിവസം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. പക്ഷേ കുറച്ച് ദിവസം നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാവുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അങ്ങനെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ നല്ല സബ്ജക്റ്റുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ആ സബ്ജക്റ്റ് വെച്ചിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. ഇത് ഒരു സ്വിമ്മിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.